President of the meeting, our beloved John Panikat, my beloved teachers, Professor M.V. Pillai, Professor Fasil Marika, Professor Ramamurthy sir, Indira madam, my dearest siblings, in-laws, children and grandchildren. It's a strange coincidence that our alumni meeting is on 8th of February, and it is the 66th anniversary of Trivandrum Medical College Hospital. Actually, the medical college was started in 1951, but the hospital was inaugurated by Jawaharlal Nehru on 8th February 1954. You know, as Annie rightly pointed out, we started preparations for this alumni meet only about 6 months back. And we all know that it is too short a time for many of our siblings from abroad to plan their trip to India. And some of them had registered and then paid, and they had booked flights, etc. But in the last moment, they had to cancel because of the outbreak of coronavirus infection. Because some of them, if they go back, when they go back to United States, they were afraid of being put in quarantine, and they will be losing so many working days, etc. So this was a big concern for them. And even our friend Dr. Umesh from Delhi, he also had booked his flight, and last moment he cancelled because of the press news and then media coverage highlighting the coronavirus diagnosis in our state. വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഡോക്ടർ എസ്.എൻ. പിള്ള. അദ്ദേഹത്തെ ചെറുപ്പകാലം മുതൽ അറിയുന്ന എൻ്റെ മനസ്സിൻ്റെ വേദനയാണ് ഈ കുറിപ്പ്. ഇത് വിനയകുമാർ എഴുതിയതാണ്. വിനയകുമാർ വായിക്കുന്നതായിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. എസ്.എൻ. ഒരിക്കലും ഉണരാൻ സാധ്യതയില്ലാത്ത നിദ്രയിലാണെന്ന് അശ്വിനികുമാർ അറിയിച്ചപ്പോൾ വിശ്വസിച്ചില്ല. മരണത്തിലേക്ക് നയിക്കാൻ ഇടയുള്ള ഒരു രോഗവും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും ഓർമ്മകൾ 6 പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് പറന്നു. തിരുവനന്തപുരം വഞ്ചിയൂരിലെ ഉപ്പളം റോഡിലായിരുന്നു ഞങ്ങളുടെ വീടുകൾ. എൻ്റെ അച്ഛൻ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലും എസ്.എൻ. പിള്ളയുടെ പിതാവ് യൂണിവേഴ്സിറ്റി ഓഫീസിലുമാണ് ജോലി ചെയ്തിരുന്നത്. വീടിന് തൊട്ടടുത്തുള്ള വഞ്ചിയൂർ യു.പി. സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിത്തം തുടങ്ങി. അന്ന് തൊട്ട് 20 വർഷത്തിലധികം ഞങ്ങൾ സഹപാഠികളായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ് സെൻറ് ജോസഫ് ഹൈസ്കൂളിലും പ്രീ ഡിഗ്രിക്ക് ഇന്റർമീഡിയറ്റ് കോളേജിലും BSc യൂണിവേഴ്സിറ്റി കോളേജിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും. ഇത്രയധികം കാലം ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? എനിക്ക് എസ്.എൻ. മാത്രം. ഈ കാലഘട്ടത്തിൽ അധിക ദിവസങ്ങളിലും ഒരുമിച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്രകൾ.
ഞാനിവിടെ വന്നപ്പോൾ മുതൽ കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കണമെന്ന്. എനിക്കും വലിയ സന്തോഷം തോന്നി. കാരണം ഉള്ള വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഹാംബർഗർ, ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈയും ഇവരുടെ മുമ്പിൽ കൊണ്ടുവരും. ഇതെല്ലാം കൂടെ തിന്ന് മടുത്താണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. ഒരു ചീരവികലോ ഒരു പുളിശ്ശേരിയോ അത് കിട്ടാൻ ആഗ്രഹിച്ച് വരുമ്പോൾ നമുക്ക് ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും മറ്റും കാണുമ്പോഴേ കരിശം വരും. അപ്പം ഞാനിവിടെ വന്നതിൻ്റെ എൻ്റെ വലിയൊരു ആഗ്രഹം എത്രയധികം ആൾക്കാരുടെ ഇടയിൽ പോയി എൻ്റെ ഭാഷ സംസാരിക്കാൻ പറ്റുമോ. മലയാളത്തിൽ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്, വെറും വാ ചവയ്ക്കുന്ന വല്യമ്മച്ചി അവല് കണ്ടാൽ വിടുവാണ്. ഞാനിപ്പം മധുവും ജോൺ പണിക്കരൊക്കെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അവല് കണ്ട സന്തോഷമുണ്ട്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവരെ കണ്ട് അവരുമായിട്ട് സംവദിക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്നതിന് മഹത്തായ ഈ ബഹുമതിക്കും ഞാൻ വിനയപൂർവ്വം നന്ദി പറഞ്ഞു കൊണ്ടേ. നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഇത്രയധികം പ്രഗത്ഭനായ ഇൻഡിവിജ്വൽസിൽ കൂടി എന്തും നേടാമെന്ന് കാണിച്ചു തന്ന എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഡോക്ടർ ജോൺ പണിക്കരോട് എനിക്ക് അന്നും ഇന്നും സ്നേഹാദരങ്ങളേ ഉള്ളൂ, അത്ഭുതാദരങ്ങളേ ഉള്ളൂ, ആരാധന കലർന്ന സ്നേഹമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ അംഗീകരിച്ചത്. ഇതിനൊക്കെ എത്രയോ വലിയ അംഗീകാരങ്ങൾ പോലും കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ നാടിൻ്റെ തലയിലേക്കുകൊണ്ടായിരിക്കാം അംഗീകാരം കിട്ടേണ്ട ആൾക്കല്ല അംഗീകാരം കിട്ടുന്നത്. ഇത് പറയാൻ കാരണം അമേരിക്കൻ ഇൻഡിവിജ്വൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ മറ്റൊരാൾ പറയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ദേ ആർ ഓൾവേസ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി ഈ മനുഷ്യൻ ചെലവാക്കുന്ന സമയവും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ റിച്ചസ്റ്റ് ഡോക്ടറായിട്ട് അദ്ദേഹം മാറുമായിരുന്നു. എത്രയോ ഒരുപാടുള്ള സമയമാണ് ഈ മെഡിക്കൽ കോളേജിൽ. അതിൻ്റെയൊക്കെ ഒരു അംശത്തിൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റാമെന്ന് വിളിച്ചുകൊണ്ട് അതിനുള്ള കഴിവ് തന്നെയാണ്. പക്ഷേ മണിക്കൂറിന് ആയിരങ്ങൾ വരെയുള്ള ഈ ENT ഡോക്ടർ തമാശയായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേര് പറയാറുണ്ട്, ഡോക്ടർ ജോൺ പണിക്കരുടെ മുമ്പിൽ മാത്രമേ നമ്മുടെ നേതാക്കൾ വായടയ്ക്കാറുള്ളൂ. വായടയ്ക്കുമെന്ന് ജോൺ പണിക്കർ പറഞ്ഞാൽ അവരടയ്ക്കും, ബാക്കി എല്ലാവർക്കും തുറന്നുണ്ടാകും. ഇത്രയും ബിസിയായിട്ടുള്ള ഒരു നല്ല ENT ഡോക്ടർ, വെരി സക്സസ്ഫുൾ ഡോക്ടർ, ആൻ ഔട്ട്സ്റ്റാൻഡിങ് പ്രൊഫഷണൽ പാർ എക്സലൻസ്. അദ്ദേഹത്തിന് എങ്ങനെ ഇതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം അലൂമിനി അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ലഭിച്ചതാണ്. അതിൻ്റെ നേട്ടങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണും. ഇപ്പോൾ ഒരു അലൂമിനി ക്ലബ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അണ്ണാൻ കുഞ്ഞിനും തന്നാലായതുപോലെ ഞാനും സഹായിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ സഹായിക്കാം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഇതിനേക്കാളും നല്ലൊരു അവസരം അലൂമിനി അസോസിയേഷൻ ആഘോഷിക്കാൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം 1920 വിസ്കോൺസിൻ അലൂമിനി ഫൗണ്ടേഷനാണ് വാർഫാറിൻ എന്ന മരുന്ന് കണ്ടുപിടിച്ചത്. 1920, 100 വർഷത്തിന് മുമ്പ്. ഇതിനോട് മലയാളത്തിൽ പറഞ്ഞു നോക്കി, സംഗതി ഗുരുതരമാണ്. ഇപ്പോൾ ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവരും. വീട്ടിൽ പോയി എല്ലാവരും വിവരം അറിയിക്കുന്നു. ആ ചെറുക്കന് ഒരു കുഴപ്പമില്ല, അവൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഡോക്ടർ ശസ്ത്രക്രിയ തുടങ്ങിയിട്ടുള്ളൂ, അടിയന്തരത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പോയി ഏർപ്പാട് ചെയ്യണം. ഇത് ഇത്രയും PP ജോസഫ് സാറിൻ്റെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഒരുത്തം ക്യൂവിൽ നിന്ന് ഇടിച്ചു കയറി അകത്ത് വരികയാണ്. ക്യൂ എന്നാണെങ്കിൽ വേർത്ത് വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, സാറെന്ന് വേണമെന്ന് പറഞ്ഞില്ലേ? വന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ധൃതി വെച്ച് വന്നേ? എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. ഇന്ന് എന്ത് നീ ഒന്ന് പറയാനാണ് ഓടി വന്നേ? അന്ന് പറഞ്ഞില്ലേ, പരിശോധിച്ചിട്ട് പറഞ്ഞില്ലേ 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് വിവരം അറിയിക്കാൻ വന്നതാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ എൻ്റെ ജോലി തുടങ്ങിയ കോട്ടയം മെഡിക്കലിലാണ്. ഞാനിപ്പോൾ വരുമ്പോൾ ആർക്കോക്കരയിലാണ് എൻ്റെ ട്യൂട്ടർ മെഡിസിനായിട്ട് തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ ഞാൻ ഒരുപാട് കേട്ടതാണ്. ഇവിടെ അന്ന് ഏതോ ഒരാൾക്ക് ഈ ലെപ്റ്റോസ്പെറോസ് വന്നിട്ട് എലിപ്പനി നന്നായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ആ പാവം പിടിച്ച കൃഷിക്കാരൻ ഡ്യൂട്ടി ഡോക്ടറെ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ എവനെ രക്ഷിച്ചു തരണേ, മുമ്പൊരുതിനെ കൊണ്ടുവന്നാണ്, അവന് മലേറിയ ആയിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു ടൈഫോയിഡ് ആണെന്ന് പറഞ്ഞാണ് അവൻ മുഴുവൻ മരിച്ചതെന്ന്. ഇതിപ്പം നിങ്ങളൊന്നും പേടിക്കണ്ട, അവന് എലിപ്പനി തന്നെയാണ്, അവൻ മരിക്കുന്നത് എലിപ്പനി കൊണ്ട് തന്നെ ആയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഡോക്ടർമാർക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടായെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഔപചാരികമായി നിങ്ങളുടെ റിയൂണിയൻ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. Apart from my own batch, I have the maximum thickest friends from 1974 batch. I don't want to name all the people, friends. Not only that, the initial inspiration, even now, a lot of
Your classmates are a real inspiration for me also. Actually, I don't want to speak much after the hearing MP Prasad about the Alumni Association or our alma mater. I was the last few years, I was more involved in Indian Medical Association, and surprisingly, I noted, probably you all may be knowing, but except probably those in outside Kerala, we have a social security scheme in which every year the members will contribute some amount, and when a person is deceased, immediately within a week, we give a bulk amount. Now, if you are a member of a social security scheme 1, 2, 3, the family will get 80 lakhs immediately within a week. When I was the president of IMA Trivandrum, I have seen at the most in 10 days, the amount will be given to his wife or children. In Kerala at that time, I request all you to join on 14th and 15th, if possible on 14th, 15th, 16th, the governor, other ministers are also joining. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ വിളിച്ച് നന്ദി പറയുന്നത്. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാം ആഗ്രഹം വി വാണ്ട് ടു ഗോ ബാക്ക് ടു ദി യങ്ങർ ഡേയ്സ്. അത് ആഗ്രഹമില്ലാത്ത ആരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഐ നോ, വി നോ, physically it is impossible. But this is the time, at least emotionally and mentally, you can go back to your older days. I wish you all the best. Thank you very much. ആദ്യത്തെ 1/3, രണ്ടാമത്തെ 1/3, മൂന്നാമത്തെ 1/3. മൂന്നാമത്തെ 1/3ലാണ് ഞാനും എൻ്റെ ക്ലാസ്മേറ്റ്സും ഒക്കെ ജീവിക്കുന്നത്. ആദ്യത്തെ 1/3 നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരിമാര്, ഇനി നമ്മളുടെ ജീവിത പങ്കാളി ആരാണെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് തന്നെ നമ്മുടെ ഭാവി എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ അച്ഛനും അമ്മയുമാണില്ല. പക്ഷെ പതുക്കെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ അച്ഛനും അമ്മയും പതുക്കെ നമ്മൾ മാറ്റി നിർത്താൻ തുടങ്ങും. നമ്മളുടെ പുതിയ ജീവിത പങ്കാളി വരും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചുമതലകളാണ് വരുന്നത്, നമ്മുടെ മക്കളിൽ. പിന്നെ മക്കളെ സ്നേഹിക്കുക, മക്കളെ വളർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ അച്ഛനും അമ്മയും പതുക്കെ ഒന്ന് മാറ്റി നിർത്തും. ആ രണ്ടാമത്തെ ഘട്ടം തീരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും മിക്കവാറും മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നിരിക്കും. അപ്പൊ നമ്മൾ വളർത്തി വരുന്ന നമ്മുടെ മക്കളെല്ലാവരും പതുക്കെ നമ്മളെ വിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് മൂന്നാമത്തെ ഘട്ടം തുടങ്ങുന്നത്. അപ്പൊ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, മക്കളും ഇല്ല. എല്ലാവരും അവരവരുടെ ഒന്നുകിലും മരിച്ചു, അല്ലെങ്കിൽ അവരുടെ ഭാഗം നോക്കാനായിട്ട് പോയി. അപ്പൊ ആ സമയത്താണ് നമ്മളുടെ സ്പൗസ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രാധാന്യം വരുന്നത്. ഞങ്ങളൊക്കെ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയി. ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേജിൽ തുടങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കുറച്ച് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ വലുതാവുമ്പോൾ അവരും നിങ്ങളെ താഴെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ അലുമിനി അസോസിയേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഭാര്യയും ഭർത്താവും അവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ജീവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഈ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചിട്ടാണ് പഴയ ഫ്രണ്ട്സിന്റെ താല്പര്യം വരുന്നത്. ഞങ്ങൾക്കും ഉണ്ടായിരുന്ന അലുമിനി അസോസിയേഷൻ 2000 ആണ്ടില് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ഇക്ബാൽ വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി ആയി പ്രഖ്യാപിച്ചു. മെയ് 1-ാം തീയതിയാണ് ചാർജ് എടുക്കുന്നത്. അന്ന് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത്, പി നേരം ഉണ്ടായിരുന്നു. ഞങ്ങള് 24 പേര് കൂടി അന്ന് തന്നെ ഈ ഇക്ബാലിനെ വിളിച്ച് അതിനൊരു അനുമോദനമൊക്കെ കൊടുത്തു. അന്നൊരു തീരുമാനം എടുത്തു, ഞങ്ങൾ 3-ാം സ്റ്റേജിലോട്ട് കയറുകയാണ്, അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണം എന്ന്.
അന്ന് മുതൽ തുടങ്ങി പി നായരും ഞാനും ഒക്കെ ഈ അലുമിനി അസോസിയേഷൻ മീറ്റിംഗ്സ് 2-3 മാസം കൂടുമ്പോൾ എപ്പോഴും ഞങ്ങൾ കൂടിയിരിക്കും. ഞങ്ങൾ നാളെയും കൂടുന്നുണ്ട്. ജോൺ പണിക്കറിന് നല്ലോണം അറിയാം. അത് ഒരു ജലസി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞങ്ങൾ കൂടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ കൂടിയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ മക്കൾ പറയുകയായിരുന്നു, നമുക്ക് MD ആനിവേഴ്സറിയിൽ പോകാം, സ്ലോൺ കാറ്ററിംഗ് സെന്ററിൽ പോകാം, എത്ര കാശ് ചെലവഴിക്കാൻ സാധ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ സ്നേഹം നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ പളനിവേലിനെ കുറിച്ച് പലർക്കും അറിയില്ല. പളനിവേലി വേൾഡ് ഫേമസ് ആണ്. പളനിവേലൊക്കെ ചെയ്യുന്നത് കണ്ട് എന്തെങ്കിലും മരിക്കണമെങ്കിൽ മരിക്കട്ടെ. അപ്പൊ എല്ലാം നമ്മുടെ നാട്ടിലുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നത് പോലെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. അപ്പോ ഇനി പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്റെ കയ്യിൽ നിന്ന് ഒരു പാഠം പഠിക്കാനായിട്ടുള്ള ഇനിയുള്ള കാലം ഈ അലുമിനി മീറ്റിംഗ്സിന്റെ ഫ്രീക്വൻസി കൂട്ടണം. മധു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏറ്റെടുത്ത് സർക്കുലർ ലെറ്റർ അയക്കാനായിട്ട് എന്റെ വീട്ടിൽ എപ്പോഴും ഈ ലേബൽ പേപ്പേഴ്സ് ഉണ്ട്. നേരെ പ്രിന്റ് എടുക്കാനായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. സാധാരണ പ്രിന്റിൽ എടുക്കാൻ പറ്റും. കവർ ഇഷ്ടം പോലെ ഉണ്ടാകും. സ്റ്റാമ്പ് ഞാൻ 200 സ്റ്റാമ്പ് എപ്പോഴും വാങ്ങിച്ചു വെച്ചു. എപ്പോഴും ലെറ്റർ അയക്കേണ്ടതെന്നുള്ള അറിയത്തില്ല. അത് നേരത്തെ സ്റ്റാമ്പ് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാമ്പിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ടി വരും. അതായത് ജീവിതത്തിൽ നടക്കാനായിട്ട് വീടാണെങ്കിലും ഓഫീസാണെന്നുണ്ടെങ്കിലും കോളേജ് ആണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യണം. ഒരു അവിടെ ഇൻസ്പെക്ഷൻസ് എപ്പോഴും വരുമ്പോഴത്തേക്ക് CD വേണ്ടിയിട്ട് അവിടെ അടൂരിൽ ഒരു 10 കിലോമീറ്റർ ദൂരം പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. പാടില്ല. എനിക്ക് അവിടെ ഒരു മുറിയുണ്ട്. അവിടെ 100 CD എപ്പോഴും കാണും. പല കാര്യങ്ങളും എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ വന്നാണെങ്കിലും ചെയ്യാൻ പറ്റും. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനിയും പല കാര്യങ്ങളും പ്രായമായി എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഎഫിഷ്യൻ്റ് ആകുന്നില്ല. നമ്മൾ പ്രായം കൂടുന്തോറും ടീച്ചിങ് കപ്പാസിറ്റി കൂടി വരികയാണ്, അക്വയറിംഗ് നോളജ് കൂടി വരികയാണ്. നമുക്ക് ആ ഡിസയർ ഉണ്ടാകണം. ആ ഡിസയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോവുകയും മക്കളെ വളർത്തിയെടുക്കാനും ടീച്ചേഴ്സ് ആയിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും ഡോക്ടേഴ്സായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Our souvenir is being released by Fazil Sir by giving a copy to Dr. MVP and all the other dignitaries on the dais. നമ്മളെല്ലാവരും ഓരോ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വളരെയധികം മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്നവരാണ്. വി ഹാവ് അച്ചീവ്ഡ് സോ മെനി തിങ്സ് ഇൻ അവർ ലൈഫ്. പക്ഷേ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ബാച്ച് മീറ്റുകളാണ്. നമുക്ക് കുട്ടികളുണ്ട്, കുട്ടികൾ നല്ല നിലയിൽ എത്തണം, നമുക്ക് മോഹങ്ങളുണ്ട്. അവരുടെ കുട്ടികളുണ്ട്, അവരെ നല്ല നിലയിൽ വന്ന് കാണണം. അങ്ങനെയൊക്കെയുള്ള കൊച്ചു മോഹങ്ങൾ നമുക്കെല്ലാവരും ഉണ്ട്. ഈ മോഹങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു ഷെയറിങ്ങും കൂടിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ. എൻ്റെ 31 കൊല്ലത്തെ മെഡിക്കൽ കോളേജ് ടീച്ചറായിട്ടുള്ള ലൈഫിൽ 3.5 കൊല്ലം തിരുവനന്തപുരത്തുണ്ടായിരുന്നുള്ളൂ. 2 കൊല്ലം MDക്കും പിന്നെ ഒരു 1.5 കൊല്ലം അവിടെ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടിരുന്നു. പക്ഷേ അന്നേരം അവിടെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാം പെണ്ണുങ്ങളാണ്. എല്ലാവരുടെയും ഭർത്താക്കന്മാരന്ന് തിരുവനന്തപുരത്താണ്. അപ്പം കോട്ടയംകാരിയായി ഞാനെന്തിനാ അവിടെ ചെന്നിരിക്കുന്നത്? എന്നും എനിക്ക് ട്രാൻസ്ഫറിൻ്റെ ത്രെട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോന്നു. പിന്നെ ഏകദേശം 27 കൊല്ലം കോട്ടയത്ത് തന്നെയാണ് വർക്ക് ചെയ്തത്. 1 കൊല്ലം തൃശ്ശൂരേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എൻ്റെ 2 മക്കളുടെയും പ്രസവമായിരുന്നുകൊണ്ട് 1 കൊല്ലം ലീവ് എടുത്തു. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പിള്ളേരെയാണ് പിള്ളേരല്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിനെയാണ് കൂടുതൽ അറിയാവുന്നത്. മിക്കവാറും എല്ലാ ബാച്ചുമേറ്റും ഞാൻ പോകാറുണ്ട്. ഇവിടെയൊക്കെ എടുത്തു വെച്ചായിരിക്കും മിക്കവാറുള്ളത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ 64 ബാച്ചാണ്. നാളെ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ കൊച്ചിയിൽ വെച്ചത് IMFSയിൽ. എൻ്റെ 2 മക്കളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അപ്പം അവരെന്നോട് ചോദിക്കുമായിരുന്നു, അമ്മ ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ എടുത്തതെന്ന്. പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അല്ലെ വേറെ ആൾ കാണുന്നതാണ് എൻ്റെ വിചാരം. അത് ശരിയാവണമെന്നില്ല. എൻ്റെ സംതൃപ്തിയായിരിക്കും പ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഏതായാലും അതും എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് മടിയായിരുന്നെങ്കിലും വന്നതിലും നിങ്ങളെ എല്ലാവരെയും കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കും. താങ്ക് യു. I have a sad heart when I think about S.N. Pillai, who was always helping me whenever there was a problem. In fact, I remember he took my wife to visit certain places because she had some problem to solve. And unfortunately, I never expected him to leave us so early. I remember him very well. Anyway, there are a lot of others who have helped me whenever I was in need. I can't narrate all of this now, but I'm extremely proud to be a 1974 alumni batch who was a classmate of all of you. We start from our humble days, and many of us have become extremely specialized, task-skilled people in our fields. And yet, when we get together as alumni, we go back to 1974, and most of us were poor, underfunded, poorly clothed. Not many, but most. There were some lucky ones. In spite of those differences, we still get together, brothers and sisters. Respected Chairman, our most valued and invited guests, ladies and gentlemen, it's my privilege to have been asked to propose this vote of thanks on this occasion. On behalf of the Executive Committee and the entire fraternity here, I extend a very hearty vote of thanks to all the guests for gracing this occasion. Jai